ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കുടുംബാംഗങ്ങൾക്കും നല്ല ഞായറാഴ്ച, നല്ല ദിവസം. ഈവനിങ് ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നത്, എന്നാലും ചിലർക്ക് പ്രഭാതം. കുഞ്ഞുങ്ങളെ സുഖമാണോ? ഞാൻ ഓർക്കാണ് ഇന്നിവിടെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകൻ, പിന്നെ അവർക്ക് റിലേറ്റീവാണ്. അപ്പോൾ കൊച്ച് അട്ടപ്പാടിയിൽ വന്നു. അപ്പോൾ ഞാനിവിടെ കുറവലങ്ങാടായി പോയില്ലേ. കൊച്ചിന് ഭയങ്കര സങ്കടം, കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ശുശ്രൂഷ വീട്ടിൽ ചെന്ന് ഫോൺ വിളിച്ച് ആ കൊച്ചിനൊന്ന് കൊടുത്ത് ഒന്ന് സന്തോഷമായതായാലും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങളെ അച്ഛന് വലിയ ഇഷ്ടമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ പറയത്തക്ക വിശേഷങ്ങളുള്ളത് തുരുത്തിയിൽ ബഹുമാനപ്പെട്ട സേവ്യർ വട്ടായച്ചൻ്റെ കൺവെൻഷൻ നടക്കും. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവില്ല. ചങ്ങനാശ്ശേരി തുരുത്തിയിൽ കൺവെൻഷൻ്റെ 3ാമത്തെ ദിവസമാണിത്. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം അതിനകത്ത് കൂടണം കേട്ടോ. അതൊരു ഫൊറോനിൽ നടക്കുന്ന കൺവെൻഷൻ. പിന്നെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. ഇന്ന് മീഡിയയിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി, ഇപ്പോഴത്തെ കുഞ്ഞിട്ടൊക്കെ എല്ലാത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വിലാപങ്ങളുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിന്റെ 21-ാം തിരുവചനം. ബുക്ക് ഓഫ് ലാമെന്റേഷൻ ചാപ്റ്റർ 5:21. തലക്കെട്ട് ഇങ്ങനെയാണ്: മടങ്ങി വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ സാധാരണഗതിയിൽ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നാട് വിട്ടുപോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു വരവിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നടക്കാറുമുണ്ട്, സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നാടൊന്നും വിട്ടുപോകണ്ട. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ തന്നെയാണെങ്കിലും ചിലപ്പോൾ വിട്ടുപോയ, ഹൃദയം കൊണ്ട് വിട്ടുപോയ ചില അവസ്ഥകളൊക്കെ ഉണ്ട്. ഈ വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അടിമത്തത്തിന്റെ കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ കർത്താവിനെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് അവർ അനുമതിക്ക് പോകേണ്ട സാഹചര്യം വന്നു. അപ്പം അതുകൊണ്ട് അവരവിടെ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇതാണ്: കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങൾ പണ്ടത്തേതുപോലെ ആക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ഇപ്പം എൻ്റെ പറയപ്പെട്ട സഭ, ഇപ്പം ഉദാഹരണം ഞാൻ ലൂക്കാ 15 ധൂർത്തപുത്രൻ. ഈ ധൂർത്തപുത്രന് എങ്ങനെ മടങ്ങി വരാൻ ഇടയായത്? അവൻ സംഗതി പിന്നെ ചെളിക്കുണ്ടിൽ പന്നിക്കുഴിയിലേക്ക് കിടക്കുന്ന സഭ, ഹൃദയം പതുക്കെ പിതാവിനെങ്കിലേക്ക് തിരിയുകയാണ്. അല്ലേ, ഞാനിവിടെ ഇങ്ങനെ താമസിക്കുവാണ്, എത്രയോ കഷ്ടമായി പോയി അല്ലേ, എൻ്റെ വൃത്യന്മാർ പോലും ഇത്രയോ ഉഷാറായിട്ട് അവിടെ താമസിക്കുന്നു, നമ്മുടെ കാര്യം ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നൊക്കെയുള്ള ചില അവസ്ഥകൾ. അപ്പോൾ ഹൃദയം കർത്താവിലേക്ക്, പിതാവിലേക്ക് തിരിഞ്ഞു. അതാണ്. അപ്പം മടങ്ങി വരാൻ തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, പിതാവേ സ്വർഗത്തിലെ തന്നെ അങ്ങേക്ക് തന്നെ ഞാൻ പാപം ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരികയാണ്. മടങ്ങി വരാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ ഹൃദയം കർത്താവിലേക്ക് തിരിയണമെന്നുള്ളതാണ്. ഹോസിയ 12:6 എൻ്റെ ഓർമ്മ ഒരു വചനമുണ്ട്. അതായത്, ഈ ദൈവ സഹായത്തോടെ നിനക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്ന് പറയാം. പരിശുദ്ധാത്മ സഹായത്തോടെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. യോഹന്നാനിലെ സുവിശേഷത്തിലെ വചനം നിങ്ങൾക്കറിയാം. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമ്മൾ ഏതെങ്കിലും ഒരാൾ ദൈവത്തിൽ നിന്ന് വിട്ട്, പ്രാർത്ഥനയിൽ നിന്ന് വിട്ട്, വചനത്തിൽ നിന്ന് വിട്ട്, കൃപയിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ട, ദൈവമേ കർത്താവ് അങ്ങയിലേക്ക് അവരുടെ ഹൃദയത്തെ ഒന്ന് തിരിക്കണമെന്ന് പറയുന്ന വചനത്തിലെ പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രാർത്ഥന പോലെ. എന്നിട്ട് പറയാ, ഞങ്ങളുടെ ദിനങ്ങൾ പണ്ടത്തേതുപോലെ ആക്കണമേ. ഇനി മറ്റുള്ളവരുടെ കാര്യം, അവനവന്റെ കാര്യം തന്നെ എടുക്കുക. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക്, കർത്താവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് അല്ലേ, ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ, ഒരു പ്രാർത്ഥനയല്ലേ. ഇതൊക്കെ പ്രാർത്ഥിക്കാൻ എന്നാ ബുദ്ധിമുട്ടുള്ളത്? ഇനി ആ വാക്കുകൾ അതേപോലെ തന്നെ കിട്ടിയില്ലേലും വേണ്ടിയല്ല, ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദിനങ്ങൾ പണ്ടത്തേതുപോലെ ആക്കണമേ എന്ന് പറഞ്ഞാൽ പണ്ട് മഹാ ഉഴപ്പനായിരുന്നു, ഇപ്പം ധ്യാനം കൂടി. അങ്ങനെ അതല്ല ഓർക്കേണ്ടത്. പിന്നെ എന്താണെന്നറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഓർക്കേണ്ടത് എന്താ പറഞ്ഞപ്പോൾ എനിക്ക് പണ്ട് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈശോയോട് ഭയങ്കര സ്നേഹം. വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, കുർബാനയ്ക്കും ആരാധനയ്ക്കും, കുർബാന മുടക്കിയാൽ ആഴ്ചയിലൊന്ന് സംസാരിക്കും, വചനം വായിക്കും. പക്ഷെ ഭയങ്കര സ്നേഹം. ആ ദിനങ്ങൾ പോലെ ആക്കണമേ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം. ക്ലിയർ ആയല്ലോ അല്ലേ? എന്നാൽ പിന്നെ പ്രാർത്ഥന ഇങ്ങനെ നടത്തിക്കോ. പിന്നെ ബൈബിളൊക്കെ തുറന്ന് പ്രാർത്ഥിച്ചാൽ വലിയൊരു അനുഗ്രഹമായിരിക്കും. പക്ഷെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൊട്ടേഷൻ മറന്നുപോയില്ലേ? ആ ടോക്ക് ആദ്യം ഓരോന്നവർക്ക് കേട്ടാൽ മതി കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തെ സ്തുതിക്കാം. ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, അവിടുത്തെ അത്ഭുതകരമായ കൃപയും സാന്നിധ്യവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവ്, ഞങ്ങളെ ശല്യപ്പെടുത്തുന്ന എല്ലാ പൈശാചികതകളും, അന്ധകാരത്തിന്റെ ഉപദ്രവങ്ങളെ, ശല്യങ്ങളെ, ബാധകളെയും ഭൂതങ്ങളെ, തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ചാട്ടിപ്പായിക്കുന്നു. കർത്താവെ, കുടുംബങ്ങളെ പ്രത്യേക സംരക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കുന്ന കർത്താവെ, ദൈവമേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളെ ദിനങ്ങൾ പണ്ടത്തേതുപോലെ ആക്കണമേ എന്ന് ഞങ്ങൾ ഒരുപോലെ പ്രാർത്ഥിക്കുകയാണ്. സംഭവിക്കട്ടെ കർത്താവ്.
ഒരുപക്ഷെ ഇവർക്ക് ആ പ്രാർത്ഥന അങ്ങനെ എല്ലാം പറ്റിയില്ലെങ്കിലും കർത്താവ് ഇവർ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വചനത്തിന്റെ കൃപ ഓരോരുത്തരും നിറയട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവായ മീഡിയയിലൂടെ വചനം കേൾക്കുന്നവർക്കെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവ്. ഇവരെല്ലാവരും വ്യക്തിപരമായ നിയോഗങ്ങളെയും എല്ലാ കുഞ്ഞുങ്ങളുടെയൊക്കെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് സംഭവിക്കട്ടെ. കാവൽ മാലാഖ നിങ്ങളെ പ്രകാരത്തെ പ്രത്യേകം ഇടപെടട്ടെ. നിങ്ങളെ പേരിന് കാര്യങ്ങൾക്ക് വിശുദ്ധർ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ ദേവസ്വ പിതാവിന്റെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രത്യേക മാധ്യസ്ഥ സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രത്യേക ഒരു സംരക്ഷണം നിങ്ങൾക്കുണ്ടാകട്ടെ. ഓ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.